ഹലോ, മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഈവനിങ് സ്നാക്സ്, ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ. നമ്മൾ ആദ്യം തന്നെ പറയട്ടെ, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇത് മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടി, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ ഈ ഡ്രൈ പൗഡർ എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക്, ഈ ഗ്ലാസിൻ്റെ അളവിനാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. ഞാനൊരു 1/4 ഗ്ലാസ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 2 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീസ് ബട്ടർ, നമ്മുടെ മെൽറ്റ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും പിന്നെ അത് മെൽറ്റ് ആവാനൊക്കെ. ഇതെല്ലാം മിക്സിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആദ്യം മാറ്റി വെച്ച ഈ പൗഡർ എല്ലാം ഉണ്ടല്ലോ, ഈ പൗഡറിലേക്ക് നമ്മളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതിയാവും. ഇത് മറ്റ് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എയർ ഫ്രയറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ബട്ടർ പേപ്പർ എടുക്കുക, നമ്മുടെ അതിൻ്റെ ഷേപ്പിനനുസരിച്ചുള്ളൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുന്നുണ്ട്. ആദ്യം വെച്ചപ്പോൾ അതിൻ്റെ ഇത് ഇച്ചിരി പേപ്പറിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെയും വെച്ചതാണ്. അതിന് ശേഷം നമ്മൾ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, ഈ കേക്കിൻ്റെ മിക്സ് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ഞാൻ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് വയ്ക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. അതിന് ശേഷം ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു. ഒരു 30 മിനിറ്റ് ആയപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് നല്ല ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് അകമൊക്കെ ഒന്ന് വെന്തോന്നൊന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങളെടുക്കും. ചൂടാറിയതിന് ശേഷം കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.